പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണാൻ കയറുമ്പോൾ കുറ്റാരോപിതനാണോ കുറ്റവിമുക്തനാണോ എന്നൊന്നും നായകൻ അങ്ങനെയാണോ എന്നൊന്നും ചിന്തിച്ചിട്ട് അല്ല സിനിമ കാണുന്നത്. ഒരു സിനിമ കാണണം, ആസ്വദിക്കണം, അല്ലെങ്കിൽ സിനിമയിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കണം, കോമഡി ആണെങ്കിൽ ആസ്വദിക്കണം, അത്തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ അത്തരം രീതിയിൽ കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് ഷൈൻ ടോം ചാക്കോ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയെ ഹൈബ്രിഡ് പച്ചിലയുമായി പിടിച്ചതോ വേടൻ്റെ കഴുത്തിൽ പുലിനഖമുള്ളതോ എന്നൊന്നും അവരുടെ കലയും അവരുടെ വരികളെയും ആസ്വദിക്കാനുള്ളൊരു മാനദണ്ഡം അല്ല. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. പക്ഷേ സിനിമയിൽ അവർ തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരു ഡയലോഗ് സ്പൂഫിലൂടെയൊക്കെ അവതരിപ്പിച്ച് അവരെ വെളുപ്പിക്കൽ പരിപാടി നടത്തുമ്പോൾ നമ്മളും ചില കാര്യങ്ങൾ പേഴ്സണലായി പറയാൻ നിർബന്ധിതരാകും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ തുടങ്ങിയ നിതിൻ പോളി ക്യാരക്ടറിലൂടെ നിവിൻ പോളി തന്നെ ഒന്ന് സ്പൂഫ് ചെയ്ത സിനിമയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബിഗ് ബോസ് താരമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു എലമെൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തി പറയുമ്പോഴാണ് അതവിടെ വർക്കാവുന്നത്. അതുപോലെ തന്നെ തുടരും സിനിമയിൽ ഇത് താടി ഇരുന്ന ആർക്കടാ പ്രശ്ന എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോഴും അതിലൊരു കോമഡിയാണ്. എങ്കിൽ ദിലീപ് ചിത്രങ്ങളിൽ ഒരു രാമലീലയ്ക്ക് ശേഷം ഇങ്ങോട്ട് തൻ്റെ പേഴ്സണൽ കഥകളും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കൂടെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു രീതി കൂടെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചില ഡയലോഗുകളൊക്കെ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് അല്ല, തികച്ചും പേഴ്സണലായിട്ടുള്ള ചില ഡയലോഗുകൾ ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ നവമാധ്യമങ്ങളിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവരെയും, അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ജീവിതം ഒരു പ്രാങ്കാക്കി മാറ്റുന്നവരെയൊക്കെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കി കളയാനാണ് ഇത്തവണ ദിലീപ് ഇറങ്ങിയിരിക്കുന്നത്. ദിലീപ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അതിനൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പറയാം. അതിന് മുമ്പ് നമുക്ക് നമ്മളുടെ ഈ നാട്ടിലുണ്ടായ കലകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതായത് ആ കലകളുണ്ടായ രൂപാന്തരങ്ങളും മാറ്റങ്ങളും ഒന്നുമല്ല പറയുന്നത്, ഒരു സിനിമയിലേക്കൊക്കെ വരുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ നവമാധ്യമങ്ങളുമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. കഥകളിയും ശാസ്ത്രീയ സംഗീതവും പോലെ കുറച്ച് കടുകട്ടി കലകളിൽ നിന്ന് ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം, നാടകം, മിമിക്രി എന്നിങ്ങനെ ലഘൂകരിക്കപ്പെട്ട കലകൾ ആണുള്ളത്. ഇതിൽ മിമിക്രി എന്ന കലയിലൂടെയാണ് ദിലീപ് അയാളുടെ കഴിവ് തെളിയിച്ചതും പോപ്പുലർ മാധ്യമമായ സിനിമയിലേക്ക് വരുന്നതും അങ്ങനെയാണ്. ഇനി വാർത്താമാധ്യമങ്ങളുടെ റവല്യൂഷൻ നോക്കുകയാണെങ്കിൽ പത്രങ്ങൾ, റേഡിയോ വാർത്തകൾ, ടെലിവിഷൻ വാർത്തകൾ, അവിടെ തന്നെയുള്ള കേബിൾ TV, സ്വകാര്യ ചാനലുകളുടെ വരവ്, ഇതാണ് വഴി. അതും കഴിഞ്ഞ് വന്നവയാണ് ഓർക്കുട്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ നവമാധ്യമങ്ങൾ. എങ്കിൽ ഇത്തരം കലകളെയെല്ലാം ചേർത്ത് ഉണ്ടാക്കി അത്യാവശ്യം പോപ്പുലാരിറ്റിയും പണമുണ്ടാക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് സിനിമാ വ്യവസായം. ഈ സിനിമയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്ന വഴി നോക്കാം. തിലകൻ എന്ന മഹാനടനെ നമുക്ക് കിട്ടിയത് നാടകത്തിലൂടെയാണ്. ദിലീപ് വരുന്നത് മിമിക്രിയിലൂടെയാണ്. കലാഭവൻ മണി ദൂരദർശനിലെ വിനോദയാത്ര എന്ന സീരിയലിൽ അഭിനയിച്ചാണ് ശ്രദ്ധ നേടുന്നത്. സുരാജ്, ബിജു മേനോൻ തുടങ്ങിയ പലരും ആ വഴിയൊക്കെ തന്നെയാണ് വന്നത്. ബേസിൽ ജോസഫ് വരുന്നത് കുറച്ച് ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ട് അത് അജു വർഗീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ്. വേടൻ, ഡാപ്സി തുടങ്ങിയവർ ഒക്കെ നവമാധ്യമങ്ങളിലൂടെയാണ് പോപ്പുലർ ആവുന്നത്. അതായത് പോപ്പുലർ ആവാൻ മിമിക്രി എന്നൊരു മേഖല തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് വ്ളോഗിലൂടെയും റീൽസിലൂടെയും ഷോർട്ട് ഫിലിമിലൂടെയും ആളുകൾ അവരുടെ കഴിവ് അവതരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മിമിക്രിയിലൂടെ ദേ മാവേലി കൊമ്പത്ത് എന്ന കാസറ്റിലൂടെയും സംവിധാന സഹായിയായും സിനിമയിലേക്ക് വന്ന ദിലീപിനെ പോലെ തന്നെ ഈ നാട്ടിലെ വളർന്നു വരുന്ന കലാകാരന്മാർക്കും ഏതൊരു പ്ലാറ്റ്ഫോമിലൂടെയും പോപ്പുലറാവാൻ അവകാശമുണ്ട്. എങ്കിൽ പ്രിൻസ് പുതുതലമുറയെ അടച്ച് ജനറലൈസ് ചെയ്ത് കളയുകയാണ്. അവർക്ക് ജീവിതം ഒരു പ്രാങ്കാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. ഒരു 20 വർഷം മുൻപായിരുന്നെങ്കിൽ പ്രഗ്നൻസി പ്രാങ്ക് കാണിച്ച ഭാര്യയുടെ കരണം നോക്കി പേട്ടൻ ഒരു പെട പടച്ചേനെ. ഇപ്പോൾ 2025 ആയിപ്പോയതുകൊണ്ട് പേട്ടന് നിഷ്കളങ്കത വിടാൻ ചെറിയൊരു പേടിയുണ്ട്. പഞ്ചാബി ഹൗസ് മുതൽ തെങ്കാശിപ്പട്ടണം വരെയുള്ള കാലം, പറക്കും തളിയ്ക്ക് ശേഷം മീശമാധവൻ വരെയുള്ള യാത്ര, മീശമാധവൻ നൽകിയ ജനപ്രിയ നായകൻ ഇമേജ്, ഷക്കീല ചിത്രങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന മലയാള സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ അന്ന് ഒരേ ഒരു ദിലീപ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മീശമാധവന് ശേഷം കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, തിളക്കം, CID മൂസ, റൺവേ തുടങ്ങി കൊച്ചി രാജാവിലേക്ക് എത്തുമ്പോൾ മുതൽ ദിലീപ് ചിത്രങ്ങൾക്കൊരു പാറ്റേൺ വരുന്നത് കാണാം. ആര് സംവിധാനം ചെയ്താലും ആര് തിരക്കഥ ഒരുക്കിയാലും ഒരു ദിലീപ് എസൻസ്, കൗണ്ടർ കോമഡികൾ, ബോഡി ഷെയ്മിങ്, സ്ത്രീവിരുദ്ധതയൊക്കെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടു. 2020 സിനിമയ്ക്ക് ശേഷം കാരിസൻ, മായാമോഹിനി, മിസ്റ്റർ മരുമോഹൻ, സൗണ്ട് തോമ, ശൃംഗാരവേലൻ, റിംഗ് മാസ്റ്റർ, കിങ് ലെയർ, ജോർജേട്ടൻ പൂരം തുടങ്ങി അത്തരം വെർബൽ കോമഡികളുടെ അയ്യറ് കളി തുടരുകയാണ്.
പിന്നീട് അയാളുടെ ജീവിതത്തിൽ വരുന്നൊരു മേജർ ഷിഫ്റ്റ് നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറ്റാരോപിതനാണ്, നമുക്ക് കുറ്റക്കാരനാക്കാൻ സാധിക്കുകയുമില്ല. എങ്കിലും അയാളുടെ ലൈഫിലും സിനിമയിലുമെല്ലാം അതൊരു മേജർ ഷിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ശേഷം വരുന്ന സിനിമകളുടെ കഥകളിലും സംഭാഷണങ്ങളിലെല്ലാം ഈ ഒരു പേഴ്സണൽ ലൈഫും സ്വാധീനിക്കുകയാണ്. ഫലത്തിൽ അവസാനം ഇറങ്ങിയ പ്രിൻസും നിഷ്കളങ്കതയിൽ പൊതിഞ്ഞ് വെളുപ്പിക്കൽ ശ്രമം തുടരുകയാണ്. മരമുറി കേസിൽപ്പെട്ടയാൾ നിയന്ത്രിക്കുന്ന മാധ്യമ സംസ്കാരം, വളച്ചൊടിച്ച വാർത്തകൾ, അതുപോലെ പ്രൊപ്പഗാൻഡ സിനിമകൾ, ഇപ്പോൾ വലതുപക്ഷമായാലോ ഇടതുപക്ഷമായാലോ എങ്ങനെയൊക്കെയായാലും പ്രൊപ്പഗാൻഡ സിനിമകൾ, കാശ്മീർ ഫയൽസ്, അതുപോലെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ, അതുപോലെ തങ്ങളുടെ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലുകൾ ഒക്കെയുള്ള കാലത്ത് നവമാധ്യമങ്ങളും അതിന് വേണ്ടിയിട്ട് പല രീതികളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നവമാധ്യമങ്ങളോടൊക്കെ ഐഡിയോ ക്രെഡിബിലിറ്റിയോ ഒക്കെ ചോദിക്കുന്ന ഈ പ്രിൻസിലെ ഉർവശിയുടെ ജോസ്ഫീൻ കഥാപാത്രം, ആ കഥാപാത്രത്തിന് ദിലീപ് ചിത്രങ്ങളോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു പോപ്പുലർ മാധ്യമം ഉപയോഗിച്ച് സ്വയം വെളുപ്പിക്കൽ രാഷ്ട്രീയവുമായി PR വർക്കിലൂടെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിലുകളൊക്കെ സിനിമ നല്ലതാണെന്ന് കമൻ്റ് ഇടിപ്പിച്ച് നല്ല ചിത്രം എന്നൊരു ഇമേജ് വരുത്തി തീർത്ത് ഫാൻസിനെ ഒരു ആർമി പോലെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരു സിനിമയുടെ വർക്ക് അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ സിനിമകളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ബോധ്യം കൃത്യമായി ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പോഴുള്ള നവമാധ്യമങ്ങളെയും അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഐഡിയയും ക്രെഡിബിലിറ്റിയും കുറിച്ച് ചോദിക്കാൻ താങ്കളുടെ സിനിമയ്ക്കും കഴിയുന്നു എന്നുള്ളതാണ്. എഴുതിയ തിരക്കഥാകൃത്തിനോടാണ് ചോദ്യം എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ദിലീപ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ദിലീപ് ചിത്രങ്ങളിലേക്കൊരു തിരക്കഥാകൃത്തോ ഒരു സംവിധായകനോ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റം, സജീവ് പാഴൂരിനെ പോലെ തൊണ്ടുമുതലും ദുസാക്ഷിയും എഴുതിയ സജീവ് പാഴൂരിനെ പോലൊരു എഴുത്തുകാരൻ ദിലീപ് ചിത്രത്തിലേക്ക് വരുമ്പോൾ മാറുന്ന മാറ്റം അറിയാം. അപ്പം ദിലീപ് ചിത്രം എന്ന് പറയുന്ന ഒരു സത്യം അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ദിലീപിനോടാകുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ മിനിസ്റ്റർ ഒരു കഥാപാത്രമായിട്ട് വരുന്ന ജോസ്ഫീനുണ്ട്. ജോസ്ഫീൻ, നിങ്ങൾക്ക് എന്താണ് ക്രെഡിബിലിറ്റി, നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് നവമാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇത്തരം തുറന്ന് എന്തൊക്കെയൊക്കെ വിടുവായത്തങ്ങൾ പറയാൻ സാധിക്കൂ, മറ്റ് സ്റ്റേറ്റിലൊന്നും ഇത് സാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളതിന് വിട്ടു തരുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. കേരളത്തിൽ ഏതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി പറയാൻ ആർജവമുള്ള ആളുകൾ കൂടിയുണ്ടെന്ന് ജോസഫിൻ മനസ്സിലാക്കണം. അപ്പോൾ ചോദ്യം നിങ്ങളോടാണ്. നവമാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു മോശമായിട്ടുള്ളൊരു കാര്യം മുന്നോട്ടേക്ക് വെക്കുന്നതിനോട്, അല്ലെങ്കിൽ പ്രാങ്കിനോട്, അല്ലെങ്കിൽ ജീവിതത്തിനെ വേറെ രീതിയിൽ ബാധിക്കുന്ന രീതിയിലൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊക്കെ ഒന്നും ആർക്കും താല്പര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ബോധത്തിൽ വരുന്ന വ്യത്യാസമായിരിക്കും. ആ ബോധത്തിൽ വരുന്ന വ്യത്യാസം ദിലീപ് സിനിമകളിലും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദിലീപ് സിനിമകളിൽ വേണ്ടി ഉപയോഗിക്കുന്നതും ഒരു മാധ്യമത്തെ തന്നെയാണ്. പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായ സിനിമ എന്നൊരു മാധ്യമത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയായി കൊള്ളണമെന്നില്ല. ശരിയല്ലെങ്കിൽ ചോദ്യങ്ങൾ അങ്ങോട്ടും ഉണ്ടാകും. പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ കുത്തി നിറയ്ക്കാതെ നല്ല സിനിമകൾ ചെയ്താൽ, അല്ലെങ്കിൽ മാറിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ സിനിമകൾ ചെയ്താൽ ജനങ്ങൾ നല്ലതും പറയും. വീണ്ടും കാണാം. അതിലേക്കും